നിങ്ങളുടെ ഒരു സ്റ്റോറി എന്താ? അതായത് കണ്ടുമുട്ടിയതും ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ്. ആരാ പ്രപ്പോസ് ചെയ്തത്? നമ്മളല്ലേ ചെയ്യും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ അല്ലെങ്കിൽ ഇടപഴകി ക്യാരക്ടർക്കാരോ? അവക്ക് ഇടപഴകി എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതല്ല ഈ കുട്ടിയോട് മാത്രം? അല്ല, എനിക്ക് ഒരുപാട് കുട്ടികളോട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ കപ്പിളായിട്ട് നെക്സ്റ്റ് സീസണിൽ വിളിച്ചാൽ പോകും? ഞാൻ പോകത്തില്ല. എന്നാലും ചാൻസ് അല്ല, ഒരാഴ്ച കൊണ്ടൊക്കെ പോകാനൊക്കെ വരും. ഇനി എന്തെങ്കിലും ഒരു അതായത് ബക്കറ്റ് ലിസ്റ്റിൽ ഇനിയും ഫുൾഫിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇനി 2 പിള്ളേരോട്. അങ്ങനെ ഇതുവരെ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു 2 പേരും കൂടി എന്നെ ഇങ്ങനെ അടുത്ത ബേബിക്ക് വേണ്ടിട്ട് പറയുന്നുണ്ട്. അവനും വേണം, ആർമി വേണമെന്ന് പറയുന്നേ. മോനൊരു ആർമി വേണമെന്ന്. അറിയത്തില്ല, നമുക്ക് ദൈവം അങ്ങനെ ഒരു നാലിലൊതുക്കിയത് 5 ആക്കായിരുന്നു. അതാണ് അതിന്റെ ഒരു രസം. ഈ വീടിന്റെ പ്രത്യേകത അത് വലുതായിട്ട് 24 മണിക്കൂറും പക്ഷെ നോർമലി ആൾക്കാര് ബാത്റൂം പോയി കുറെ സമയം എടുക്കൂലേ? ഫോൺ കുത്തിയിരിക്കും. അതെ, എനിക്ക് റിലേറ്റ് ഞാൻ കൂടുതൽ ഫേസ്ബുക്കാണ് നോക്കുന്നത്. ആ സമയത്ത് ഫേസ്ബുക്ക് ഒക്കെ ഒരു പ്രത്യേക കമന്റുകൾ നോക്കുമ്പോ പ്രത്യേകിച്ച് എനർജി കിട്ടും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഒരു സ്റ്റോറി എന്താ? അതായത് കണ്ടുമുട്ടിയതും ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ്. ലവ് സ്റ്റോറി. അങ്ങനെ ലവ് സ്റ്റോറി എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൽക്കട്ടയിൽ ജോലി ചെയ്തു. ഞാൻ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു പരിചയപ്പെട്ടു. ഗ്രാജുവലി ഇങ്ങനെ ഒരു റിലേഷനിലായി. വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ചു. 10 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ്. ആരാ പ്രപ്പോസ് ചെയ്തത്? നമ്മളല്ലേ ചെയ്യും. ആ സമയത്ത് നമുക്കിപ്പോ അത് വളരെ വലിയൊരു ഡിസിഷൻ അല്ലേ? കാരണം ഇന്ന ആളെ എന്റെ ലൈഫ് പാർട്ട്ണർ ആക്കാം എന്ന് തോന്നുന്നു. പിന്നെ 26 വയസ്സിലൊന്നും അങ്ങനെ വലിയ നമ്മള് വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നേ ഉള്ളൂ. എന്നാൽ ആ ഒരു മൊമെന്റിൽ തോന്നാനുള്ള ഒരു റീസൺ എന്താ? ഇഷ്ടപ്പെട്ടു, കണ്ടോട്ടത്തിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ അല്ലെങ്കിൽ ഇടപഴകി ക്യാരക്ടർക്കാരോ? അവക്ക് ഇടപഴകി എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതല്ല ഈ കുട്ടിയോട് മാത്രം? അല്ല, എനിക്ക് ഒരുപാട് കുട്ടികളോട് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഉറച്ചു. ഇതായിരുന്നു ലാസ്റ്റ്. ഓക്കെ. അപ്പൊ തിരിച്ച് ശരിയാ, എനിക്ക് പ്രത്യേകിച്ച് ഗേൾസിനും കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് അടുത്തറിഞ്ഞാലൊക്കെയാണ് ചിലപ്പോൾ ഇഷ്ടം വരാം, അല്ലെങ്കിൽ ഉള്ള ഇഷ്ടം പോവും. അതാണ് സംഭവിക്കാറ്. അപ്പോൾ ആ ഒരു ഏത് മൊമെന്റിൽ അപ്പോൾ യെസ് പറയാന്ന് തോന്നി? അങ്ങനെ ഒരു മൊമെന്റ് ഒന്നുമില്ല യെസ് പറയാം. ഒരു ഗ്രാജുവലി ഞങ്ങളുടെ റിലേഷൻ എന്താ പറയാ, ഇങ്ങനെ കൂട്ടുകൂടി പതിയെ അങ്ങ് ഇഷ്ടപ്പെട്ട് ഗ്രാജുവലി പോയ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മൊമെന്റിൽ ഇഷ്ടം തോന്നി അങ്ങനെ പറയാനില്ല. ഫ്രണ്ട്സ് ആയിരുന്നു, അപ്പോൾ എല്ലാ സൈഡും അറിയാം, പോസിറ്റീവും നെഗറ്റീവ് സൈഡ്സും എല്ലാം അറിയാം. ഒന്നും ഹൈഡ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ 10 years സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് ആ ലൈഫ് കൊണ്ട് നമുക്കൊരു കുറവുണ്ടായിട്ടില്ല. തീരുമാനത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ കുറെ പേരുണ്ടല്ലോ പ്രണയിച്ച് നടക്കുമ്പോൾ, പ്രണയിച്ച് ഇങ്ങനെ സൂപ്പറായിട്ട് നടക്കും, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ കുറെ, അത് എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്നാലും കുറെ പേര് പറയും എന്റെ പൊന്നുമോള് ദയവ് ചെയ്ത് കല്യാണം കഴിക്കുമെന്ന് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഒരു മാരേജ് എക്സ്പീരിയൻസ്? അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ എന്താ പറയാ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും. പ്രശ്നങ്ങൾ എല്ലാ ലൈഫിലും വരും, അല്ലെങ്കിൽ അത് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എങ്ങനെ ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ ലൈഫ്. അത് നമ്മളെങ്ങനെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഒരു കുഞ്ഞൊരു വഴക്കുണ്ടായാൽ അത് നമ്മൾ അവിടെ സോൾവ് ചെയ്യാതെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിൽ എത്തിച്ചേരും. പക്ഷെ നമ്മളെ അപേക്ഷിച്ച് നമ്മളങ്ങനെ വലിയ പ്രശ്നങ്ങൾ വഴക്കുകൾ ഉണ്ടാക്കിയ അങ്ങനെയോ ഇല്ല.
നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും ലൈഫ്. എല്ലാവരുടെയും ലൈഫ് ഞങ്ങള് മെയിനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും എല്ലാ കാര്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. മീൻസ് ഇപ്പം നമ്മളിപ്പം ജോലി ചെയ്തിട്ട് പോയിട്ട് വരുന്നതാണെങ്കിലും നമുക്കിപ്പോൾ എനിക്ക് സാലറി ഇത്ര ഉണ്ട്, നിനക്ക് സാലറി ഇത്ര ഉണ്ട്, അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഈവൻ നമ്മുടെ സാലറി ആണോ എന്ത് കാര്യമാണ് ഇത് എന്റെയാണ് എന്റെ നിന്റെയാണ് അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇത് വരത്തില്ല. അത് വലിയ സന്തോഷകരമാണ്. അപ്പം നമുക്ക് ഇപ്പം അവളുടെ ഒരു കാര്യമാണെങ്കിലും എൻ്റെ ഒരു കാര്യമാണെങ്കിലും അതിനകത്തൊരു ലിമിറ്റ് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആഗ്രഹം തോന്നി അത് നടത്തുക എന്നുള്ളതുള്ളൂ. അതിന് ഞങ്ങൾ എന്റെ നിന്റെന്നൊരിത് കാണിക്കാത്ത കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. അല്ലെങ്കിൽ എന്റെ പൈസ നീ അങ്ങനെ ചെയ്യരുത് അങ്ങനത്തെ ഇതൊന്നുമില്ല. ആർക്കാണ് എല്ലാവരുടെയും പൈസ ഒരു മെയിൻ ഇഷ്യൂ ആണ്. അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് രണ്ടുപേരും ജോലി ചെയ്യുന്നോണ്ട് ഇപ്പൊ ഞാൻ ജോലി ചെയ്യായിരുന്നാണെങ്കിൽ ഇവള് ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഒരു പേഴ്സിൽ എല്ലാവരുടെയും രണ്ടുപേരുടെയും കാർഡ് ആർക്ക് വേണോ പോകുമ്പോ എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ഞങ്ങള്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത്. ശരി, വെച്ചിട്ട് ഒരാളെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നോണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഒന്നും ചെയ്യാതെ വീട്ടിലൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് ഇല്ലാതെ വെറുതെ പൈസ എടുത്തോണ്ടിരുന്ന അല്ലെങ്കിൽ വേറെ അതുകൊണ്ട് വേറെ രീതിയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാലും ദേഷ്യം ഉണ്ടാവും. അതുണ്ടാവുന്ന വീടുകളുണ്ട്. അതുണ്ട്. പിന്നെ നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് വരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചിലവാക്കാൻ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആയി. നമുക്കറിയാം നമ്മുടെ ലൈഫ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇൻകം എന്താണ്, അല്ലെങ്കിൽ എന്താണേലും അപ്പൊ അതിന് മാനേജ് ചെയ്ത് ഞങ്ങള് ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഓക്കെ. ഇപ്പൊ അവിടെയുള്ള ആളുകളാണോ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ? അവിടെ ഇവിടെ ഒരുപോലെ തന്നെ ഒത്തിരി പേര് വന്നിങ്ങനെ നമുക്ക് 70% ആൾക്കാർ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നത്. നമ്മുടെ വീട്ടിൽ ഇത് കാണാമല്ലോ. അപ്പൊ 70% ആൾക്കാർ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നത്. പിന്നെ UK, ദുബായ്, അങ്ങനെ സ്ഥലങ്ങൾ, പിന്നെ അയർലൻഡ്. ഈ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിലൊക്കെ, കാരണം ഒരുപാട് ആൾക്കാർ തിരിച്ചറിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഫാൻ വന്നിട്ട് പറഞ്ഞ സാധനം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തതോ ഗിഫ്റ്റ് അങ്ങനൊന്നുമില്ല. അല്ലല്ല, ആൾക്കാരെ കണ്ട് സംസാരിക്കും, സന്തോഷമാണ്, നമ്മൾ ഫോട്ടോ എടുക്കും, പോവും. ദൂരെ നിന്ന് അവർ കണ്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് വളരെ സന്തോഷമാണ്. എപ്പോഴെങ്കിലും ഫിലിം ആക്ടിങ്, ഇപ്പൊ അമ്മേനോട് നേരെ ചോദിച്ച പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫിലിം ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഫിലിം ഇഷ്ടമാണ്. നമുക്ക് അവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരാറില്ല. അവിടെ എന്തെങ്കിലും ഷൂട്ടിങ് വല്ലതും വരുവാണെങ്കിൽ ഇങ്ങനെ വരത്തേ ഉള്ളൂ. അങ്ങനെ ആരും ചോദിക്കത്തേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. അല്ല വിളിച്ചാലേ ഓഡീഷൻസ് ഒക്കെ അങ്ങനെ കൊടുക്കാൻ പ്ലാൻസ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പൊ കുറെ പല രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം ചില ആൾക്കാര് കോണ്ടന്റ്സ്, അതായത് മറ്റേ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ആ ഒരു ഫ്ലോയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും അതേപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനുള്ള ഒരു അതിനൊരു ചിലപ്പോൾ ഫ്യൂച്ചർ ചെയ്യുമായിരിക്കും. ഞങ്ങളുടെ ഈ തീയെ അണയുമ്പോൾ ഇപ്പോഴത്തെ നമുക്ക് എല്ലാത്തിനും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ആ സമയത്ത് വേറെ നമ്മളെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോയാലേ ഉള്ള ഇതിനകത്ത് നിലനിൽക്കും. അല്ലാതെ പറ്റത്തില്ല. ഇപ്പൊ മസ്താനി ബിഗ് ബോസിൽ പോകാൻ നമ്മളെപ്പോഴും ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാവണം. അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ വേറെ മസ്താനിക്ക് അതുകൊണ്ട് ലൈഫിൽ നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള നല്ല ആൾക്കാര്, വീട്ടമ്മമാര് അറിയപ്പെടുന്നു. ശരി, നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. നെഗറ്റീവ് ഇല്ലാത്ത ലൈഫ് ഉണ്ടോ? ഇപ്പൊ ഈ ഇന്റർവ്യൂ നമുക്ക് എന്തോ നെഗറ്റീവ് വരും. ഇതൊക്കെ നമ്മള് തിരിച്ചൊക്കെ വിടുക. സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ബിഗ് ബോസിൽ കപ്പിളായിട്ട് നെക്സ്റ്റ് സീസണിൽ വിളിച്ചാൽ പോകും? ഞാൻ പോകത്തില്ല. ഇപ്പൊ സീസൺ 8 ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. പോകത്തില്ലെന്നും പറയണ്ട, നമുക്ക് ഒരു സാഹചര്യം അങ്ങനെ ഒരു വിളി വരാൻ ഒറ്റ സാധ്യത. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, നമ്മൾ അവിടെ ആയതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. പിന്നെങ്കില് UK ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റേ പുള്ളിക്കാരി. പക്ഷെ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ജോലി ചെയ്യാത്തവർക്ക് വരാം. നമ്മള് മീൻസ് പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരല്ല. നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ലീവോ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അല്ല, ഒരാഴ്ച കൊണ്ടൊക്കെ പോകാനൊക്കെ വരും. അങ്ങനല്ല,
അല്ല നമ്മള് വന്ന് ലാലേട്ടനെയൊക്കെ ഒന്ന് കണ്ട് വലിയ ലാലേട്ടൻ ഫാനാണ്. അപ്പൊ അന്ന് കണ്ട് ഷെയ്ക്കാൻ്റെ അടിച്ച് പോവാണെന്നുണ്ട് വലിയ കാര്യം. അതാ ഞാൻ ചെയ്യട്ടെ. എനിക്ക് പറയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ഒരു വീട്ടിൽ 100 ദിവസം എങ്ങനെയായിരിക്കും നിങ്ങൾ സർവൈവ് ചെയ്യാൻ പോകുന്നത്? കാരണം അവിടെ അടിയുണ്ടാവും. ഞങ്ങൾ ദിവസം ഒരു 5 ദിവസം 5 പ്രാവശ്യം അടി കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ. അപ്പൊ ഞങ്ങൾ തന്നെ അടിയായിരിക്കും അതിനകത്ത്. ഓ, നിങ്ങൾ തമ്മിൽ അടി ആണ് ആൾക്കാർ ആക്ച്വലി കണ്ടിട്ടില്ല. അതില് കുറെ ആൾക്കാർ നമുക്ക് തന്നെ നെഗറ്റിവിറ്റിയും കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളെ ഇവിടെ എല്ലാം പോസിറ്റിവിറ്റി അല്ലേ അടിച്ചുവിടുന്നത്. അപ്പൊ അതിന് അടി വരുമ്പോ ആൾക്കാർ ഇന്നാളിന്നായിരുന്നു അവരുടെ യഥാർത്ഥ സ്വഭാവം കണ്ടു തിരിച്ചു വന്നൊക്കെ പറയും. ഓ, നീ ഇതായിരുന്നല്ലേ ഇതിലേക്ക്. എന്നാലും ആ ഒരു കാരണം അവിടെ ഫുഡ് കുറവാണ്, ഫോണ്. എനിക്ക് ഇത് രണ്ടും എനിക്കൊന്ന് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫുഡും ഫോണും. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ട്രൈ ചെയ്യാം, ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഈ നിങ്ങള് അതായത് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുക്ക് ചെയ്യാറുണ്ട്, എന്നാലും പരസ്പരം കുക്ക് ചെയ്യുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഡിഷ് ഏതാ? ഉണ്ടാക്കണെങ്കിൽ ബീഫ്, നോൺ വെജ് നന്നായിട്ട് ഉണ്ടാക്കും. ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി. മട്ടൻ കറി ഉണ്ടാക്കും നന്നായിട്ട്. ഞാൻ മട്ടൻ കഴിക്കില്ലായിരുന്നു, നാട്ടിൽ നിന്ന് പോകുന്നവരെ മട്ടൻ കഴിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മട്ടൻ കറി ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റാണ്. ആ വേറെ ഒരു ഞാൻ അങ്ങനെ വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല ആ റെസിപ്പി. ഇപ്പൊ എനിക്കറിയാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ്. അത് ഇപ്പം ഞാൻ മട്ടൻ കഴിക്കാൻ തുടങ്ങി, നന്നായിട്ട് മട്ടൻ ഉണ്ടാക്കും. അവൾ ഒരുപാട് വെറൈറ്റി സാധനം ഉണ്ടാക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞതിനകത്ത് പറഞ്ഞ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുവാണെന്ന സമയത്ത് അവൾ എന്തെങ്കിലും വെറൈറ്റി ഡിഷസ് എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ സന്തോഷമാണ്. അതിൽ വെറൈറ്റി കേക്കുകൾ കുറേ വെറൈറ്റി ഉണ്ടാക്കും, പുഡിങ്സ്. ഒരിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ കുറേ വീഡിയോസ് ഇടുമായിരുന്നു. ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഈ കൊച്ചിനെയൊക്കെ വെച്ച് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരാറുണ്ട്. ഇപ്പോ പേരൻസ് ആയതിനു ശേഷം അതായത് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ തന്നെ അത് ഒരു കൈൻഡ് ഓഫ് ഫുൾ ടൈം ജോബ് തന്നെ ആണല്ലോ. എല്ലാ എഫേർട്ടും എഡിറ്റ്, വീഡിയോ എല്ലാം നമ്മൾ നോക്കണം. ഫുൾ ടൈം നമ്മൾ അതിലൊരു ഫോക്കസ് ചെയ്തിരിക്കണം. പ്ലസ് കുട്ടികളായി, പിന്നെ ഇപ്പോൾ കുഞ്ഞുവാവയും കൂടി വന്നതിന് ശേഷം അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ഉണ്ടാവുമല്ലോ എന്തായാലും. പിള്ളേരുടെ കാര്യങ്ങളെല്ലാം അവളാ നോക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ. ഞാൻ എല്ലാ പരിപാടിയും എൻ്റെ ഫോണിലാണ് ചെയ്യാറുള്ളത്. ഫോണിനകത്ത് നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മുടെ വീഡിയോയ്ക്ക് വലിയ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. 1-2 ടെക്നിക്ക് എന്തെങ്കിലും കോമഡി വേറെ BGM ആഡ് ചെയ്ത് കൊടുത്താൽ, അല്ലാതെ വേറെ എഡിറ്റിംഗ് ഒന്നും വരുന്നില്ല. നമുക്ക് വലിയ കാര്യമായിട്ട് സമയം വരുന്നില്ല. പിന്നെ നമ്മുടെ വ്ളോഗുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം ഓൺ വോയിസാണ്, മറ്റേ അല്ലാതെ ഇത് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനും എളുപ്പം. ഒരു 15 മിനിറ്റത്തെ വീഡിയോ ഒക്കെ 15-20 മിനിറ്റ് കൊണ്ട് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ വലിയ സമയം എടുക്കുന്നില്ല, ഈസി ആണല്ലോ. ഇപ്പൊ പിന്നെ വൈഫൈ കൊണ്ടാണ് പെട്ടെന്ന് അപ്ലോഡ് ആവും. എന്തായാലും പേരൻസ് ആയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്തു? മാറ്റങ്ങൾ ഈ പറയുന്ന വീഡിയോയുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അല്ലാതെ അവള് വന്നേപ്പിനെ നമുക്ക് അത്രയും പണ്ടത്തെ പോലെ നമ്മൾ ചെയ്യുന്നില്ല. കാരണം കൂടുതൽ അവളുടെ പുറകിലാണ് നമ്മുടെ ഫുൾ ടൈമും പോകുന്നത്. പിന്നെ ഡ്യൂട്ടിയും എല്ലാം കൂടെ വരുമ്പോൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ പണ്ടത്തെ പോലെ. അവൻ വലുതായിരുന്നപ്പോൾ അത്രയും മീൻസ് അവന് കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇതിന്റെ ഫുൾ നമ്മൾ ഒരാൾ പുറകെ വേണം. അപ്പോൾ അതിൻ്റെതായ ലൈഫിൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ അതായത് കുറെ നാള്, നിങ്ങളിപ്പോ എത്ര നാള് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു? 2 കൊല്ലം പ്രണയിച്ചു, 10 വർഷം കല്യാണം കഴിഞ്ഞു. ശുങ്കുവിന് എത്ര വയസ്സുണ്ട്? 9 വയസ്സ്. ഇപ്പൊ 9 years ആസ് പേരൻസ്. അപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ പ്രണയിച്ച് നടന്ന ആ രണ്ടുപേരും ഇപ്പൊ ഇരിക്കുന്ന രണ്ടുപേരും തമ്മിൽ എന്തൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഫുള്ള് മാറ്റങ്ങളുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വിദേശത്ത് പോയി, നഴ്സിങ് വിദേശത്ത് പോയി. അതിനുശേഷം ഞങ്ങൾ ഈ വീട് വെച്ചു. അതിനുശേഷം ഞങ്ങൾ പോയ സമയത്താണ് ശുങ്കു ഉണ്ടാവുന്നത്. ഉണ്ടായതിനു ശേഷം പിന്നെ അവൻ്റെ പല പല കാര്യങ്ങൾ നടന്നു. പിന്നെ അവിടെ ഒരു വീട് മേടിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ, അതിനിടയ്ക്ക് ഏറ്റവും വലിയ നല്ല കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആക്റ്റീവാണ്. മറ്റുള്ള ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതൊക്കെ വലിയ കാര്യമല്ലേ ജീവിതത്തിൽ. 10 വർഷത്തിനുള്ളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ നേടിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഇനി എന്തെങ്കിലും ഒരു അതായത് ബക്കറ്റ് ലിസ്റ്റിൽ ഇനിയും ഫുൾഫിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇനി 2 പിള്ളേരോട്. അല്ല 4 പേര് വേണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്.
അവൾ ആഗ്രഹിച്ച് വന്നിട്ടില്ല. അവൾ ആഗ്രഹിച്ച് വരുമ്പോ നമ്മൾ നാലെന്നുള്ള സ്വപ്നത്തിലെത്തുമ്പോൾ നമ്മൾ നിർത്തും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. പറയാ സുഖ. അല്ല എനിക്കിത് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരാള് ഉണ്ടായി അതിൽ നിന്ന് മെന്റലി നമുക്ക് അങ്ങനെ ഒരു പ്രിപ്പയർഡ് ആയിട്ടില്ല. അങ്ങനെ ഇതുവരെ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ അടുത്ത ബേബിക്ക് വേണ്ടിട്ട് പറയുന്നുണ്ട്. അവനും വേണം, ആർമി വേണം എന്ന് പറയുന്നേ. മോനൊരു ആർമി വേണമെന്ന്. അവന് ഒരുപാട് സിബ്ലിങ്സ് വേണം അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ ഇതുവരെ മെന്റലി ഒട്ടും ചിന്തിച്ചിട്ടില്ല, പ്രിപ്പയർ ചെയ്തിട്ടില്ല. അറിയത്തില്ല, നമുക്ക് ദൈവം അങ്ങനെ ഒരു എനിക്ക് എന്തിന്റെ കേടായിരുന്നു അത് ബക്കറ്റ് ലിസ്റ്റില. പിന്നല്ല നമുക്ക് എന്തുമല്ല, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ ഇപ്പം പല ആൾക്കാർ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, നമ്മുടെ കറക്റ്റ് സമയത്ത് നമ്മുടെ കല്യാണം കഴിഞ്ഞു. അത് പല ആൾക്കാരും 27-ാം വയസ്സിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം കൃത്യസമയത്ത് കുഞ്ഞുങ്ങളുണ്ടായി. ആ കൃത്യസമയത്ത് നമുക്ക് നല്ലൊരു ജോലി ഉണ്ടായി, നമുക്കൊരു വീടുണ്ടായി, നമുക്ക് അത്യാവശ്യമയത്ത് ഒരു വണ്ടി എടുക്കണമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തു. അങ്ങനെയുള്ള നമുക്ക് ആഗ്രഹങ്ങളെല്ലാം ദൈവം നടത്തി തരുന്നുണ്ട്. നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചില്ല, അല്ല ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഇനി 2 കുട്ടികൾക്ക് വേണ്ടി അതെ, ബക്കറ്റ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതൊന്ന് 4 5 അതാണ് അതിന്റെ ഒരു രസം. അതിനിപ്പം വരട്ടെ വല്ലോ ആണെങ്കിൽ അതാകുമ്പോ സെറ്റ് ഒരു ടൈമില്. ചേച്ചിയുടെ ഫാമിലിനെ കുറിച്ച് എന്താ? വീട് എനിക്ക് വീട്ടില് അമ്മ, അപ്പ, ഒരാങ്ങളയുണ്ട്. അതാണ് അമ്മ ഇവിടെ ഉണ്ട്. അമ്മനെ കണ്ടില്ല. അതെന്റെ അമ്മയാണ്. ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോ വന്നതാ. പപ്പ വന്നിട്ടില്ല, നാളെ വരുമായിരിക്കും. അതാണ് എന്റെ കുടുംബം, കുഞ്ഞു കുടുംബം. നിങ്ങളിപ്പോ 2 പേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പല സമയത്തായിരിക്കും ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും ഒരു ബിസി അല്ലെങ്കിൽ നോർമലി ഒരു ഡേ ലൈഫ് എങ്ങനെയായിരിക്കും? നമുക്ക് ഓഫുള്ള ദിവസങ്ങളിൽ രാവിലെ ഇപ്പം 10 മണിക്ക് എഴുന്നേക്കും. അങ്ങനല്ല, നമ്മൾ 2 പേരും ഓഫാണ്, ഇച്ചിരി ലേറ്റ് ആയിട്ട്. മോന് സ്കൂളുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കും. കാരണം അവന് 8:30 ഫുഡൊക്കെ ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ ഇച്ചിരി നേരം സംസാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടന്റുകൾ വീഡിയോ ഉണ്ടെങ്കിൽ അത് എടുക്കും. പിന്നെ ക്ലീനിങ് പരിപാടികളായിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി. ഷോപ്പിംഗ് നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകും. പിന്നെ സമയം ഉണ്ടെങ്കിൽ പിള്ളേരെ കുറച്ചേരം സൈക്കിൾ ഓട്ടാൻ പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും. അവിടെ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മുടെ കിട്ടുന്ന ടൈമില് മറ്റുള്ള ഫ്രണ്ട്സിനെ അവരെ ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിക്കാനും മറ്റുള്ള അതൊരു റിലേഷൻ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. പലരും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും, പക്ഷെ വീട്ടിലല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോയി കൂട്ടുകാരുടെ കൂടെ പോയി അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് അവരുടെ പിള്ളേരുമായിട്ട് കളിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം ലാംഗ്വേജ് അറിയാം. നമ്മള് മലയാളമല്ലേ പറയുന്നത്? അല്ല, എന്നാലും ഇപ്പൊ നോർമലി ഇപ്പം ചില സ്ഥലങ്ങളിൽ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും മലയാളം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറയാനൊക്കെ. ഇപ്പൊ ഞാൻ ബേബിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു, കറക്റ്റ് കണ്ണ്, മൂക്ക്, വായൊക്കെ കറക്റ്റ് ആയിട്ട്. നമ്മള് ഫുള്ള് ഒക്കടത്ത് സംസാരിക്കുന്ന മലയാളത്തിലാണല്ലോ. ശുങ്കു ആണെങ്കിലും അവളോട് മലയാളത്തിലാണ് സംസാരിക്കാം. അവന് നന്നായിട്ട് സംസാരിക്കാം അറിയാം. ഇംഗ്ലീഷാണ് പറയുമെങ്കിലും അവളുടെ അടുത്ത് നമ്മൾ പറയും അവളോട് മലയാളത്തിൽ സംസാരിക്കണേ, അവൾ മലയാളം അല്ലേ പഠിക്കത്തില്ല. അതുകൊണ്ട് അവനാണേലും കൂടുതൽ അവളോട് മലയാളത്തിലാണ് സംസാരിക്കുക. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇപ്പം ആ ഒരു സ്റ്റേജ് ആണല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവള് ക്യാച്ച് ചെയ്ത് ഇങ്ങനെ വരുന്നു. അപ്പം അങ്ങനെ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. അത് വലിയതായിട്ട് വീടിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. 24 മണിക്കൂറും കക്കൂസി കുത്തിയിരിക്കുന്ന ഒരു ചിങ്കുണ്ട്. ഇത് നമ്മുടെ ഒരു 90% വീട്ടിൽ സംഭവിക്കുന്ന കാര്യം ആയതുകൊണ്ട് മാത്രമാണ് അത്രയും റീച്ച് ആയത്. അതുകൊണ്ടാണ് അത്രയും പോപ്പുലാരിറ്റി ആ വീഡിയോ കിട്ടിയത്. കുറെ ആൾക്കാർ എഗ്രി ചെയ്യുന്നുണ്ട് കമന്റ്സില്. 90% എഗ്രി ചെയ്യും. പക്ഷെ നോർമലി ആൾക്കാര് ബാത്റൂം പോയി കുറെ സമയം എടുക്കൂലേ, ഫോൺ കുത്തിയിരിക്കും. അതെ, എനിക്ക് റിലാക്സ് ചെയ്യാൻ കുറച്ച് നേരം. ചേട്ടൻ അങ്ങനെയാ? ചേട്ടൻ അങ്ങനെയാ.
അപ്പൊ ബാത്റൂം പോയിട്ട് എന്താ നോക്കുന്നത്? ഫോണിൽ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്? അതവിടെ തോണ്ടിയിരിക്കും. ഞാൻ കൂടുതൽ ഫേസ്ബുക്കാണ് നോക്കുന്നത്. ആ സമയത്ത് ഫേസ്ബുക്ക് ഒക്കെ ഒരു പ്രത്യേക കമന്റുകൾ നോക്കുമ്പോ പ്രത്യേകിച്ച് എനർജി കിട്ടും. സത്യം. കാരണം നിങ്ങൾ കക്കൂസിലിരിക്കുമ്പോ ദയവേത് ഇൻസ്റ്റ, യൂട്യൂബ് നോക്കരുത്, ഫേസ്ബുക്ക് നോക്കണം. അല്ലേ? ഞാൻ നോക്കാറുണ്ട്. എനിക്കറിയില്ല എനിക്ക് മാത്രമാണോന്ന്. ഭയങ്കര സുഖം. ഇതുപോലെ എന്തെങ്കിലും വിചിത്രമായ ആചാരങ്ങളൊക്കെ ഉണ്ടോ വീട്ടില്? അങ്ങനെ വിചിത്രമായ ആചാരങ്ങളൊന്നുമില്ല. ഇത് തന്നെ ഏറ്റവും കൂടുതൽ അപ്പൊ ഇങ്ങനെ ഫിലിംസ് കാണാൻ ഇഷ്ടമുള്ള അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ട് കാണാത്ത? ഈ ഇടയ്ക്ക് മറ്റേ തുടരും കണ്ട് മറ്റേ അത് കഴിഞ്ഞിട്ട് ഏതൊരു കണ്ടേ മോഹൻലാലിന്റെ രേഖാചിത്രം കണ്ടു. അങ്ങനെ പോകാൻ ടൈം കിട്ടാറില്ല. പിന്നെ ഈ ഏജിന്റെ ഇത് വരും അവിടെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ളപ്പം കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കാനില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ഒന്നും പോയില്ല. അല്ല ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ പോയി കാണും. ഓക്കെ.